ഹലോ ഗൈസ്, ഈ അവല് സുബൈക്ക് നമ്മൾ ഫുൾ ഫാമിലി പാക്ക് ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാണ്. അങ്ങനെ നമ്മൾ കിടലെങ്കിന്റെ ബസ് റോട്ടുമ്പോൾ വന്ന് നമ്മൾ അങ്ങനെ കാത്തു നിൽക്കാണ്. വ്ളോഗറെ കണ്ട് ഞെട്ടി നിൽക്കുന്ന കുടുംബക്കാരാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഈ ട്രിപ്പ് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ സീറ്റ് ഒക്കെ ഫുൾ റിസർവേഷൻ ആട്ടോ. ഫ്രണ്ടിൽ നല്ല കാരണന്മാരെ പാക്കും, ബാക്കിലല്ലേ കപ്പിൾസിന്റെ പാക്കും, സെന്ററിൽ ഞങ്ങൾ കുട്ടികളെ പാക്കും. ഇപ്പൊ കുട്ടികളെ തന്നെ ഞങ്ങൾക്ക് ഈ കൊടുക്കണ്ടേ, നമ്മളെ തള്ളാരെ പാക്കും. പിന്നെ ഏറ്റവും മുന്നിൽ നമ്മൾ ഡ്രൈവർക്ക് കുട്ടികളെ പാക്ക് കൊണ്ട് കമ്പനിക്ക്. അതുകൊണ്ട് പറഞ്ഞത് കംപ്ലീറ്റ് ഫാമിലി പാക്ക് ആണല്ലോ. ബസ്സിൽ പിന്നെ ഞങ്ങൾ ആൾക്കാർ മാത്രമല്ല, തിന്നാനുള്ള എല്ലാ വണ്ടിയും വലിയ ബസ്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ചോറും ചായയും വരെ ഏറ്റിട്ടാണ് നമ്മൾ പോകണം. എന്നാ പിന്നെ അവിടെ പോയിട്ട് തിന്നാ പോരെ എന്നുള്ള ആരും ചോദിക്കണ്ട. അതിലൊരു ത്രില്ലില്ലെന്നാണ് ഇവര് പറയുന്നത്. ഇവരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആകരപ്പാടുള്ള ഒരു മൊയിലേരി. ഇവന്റെ പേരിലാണ് ഞങ്ങളെ പ്രതീക്ഷ ഫുള്ളുള്ളത്. എന്താ ചെയ്യാ, കുടുംബത്തിൽ ദുൽമുണ്ട് ഇൽമുണ്ട്. അങ്ങനെ നമ്മൾ നേരെ എത്തിക്കണം നമ്മൾ ആലുവയിലുള്ള എളിമാന്റെ വീട്ടിലായിട്ട്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാവാ ബാക്കി കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ അവരോട് ടാറ്റുമാനിട്ട് നേരെ ഫോർട്ട് കൊച്ചിയിലായിട്ട് പോയിക്കണേ. ഇത്രയും നേരം ബസ്സിലൊന്നും ഇരുന്ന് പോരാഞ്ഞിട്ട് ഉഞ്ഞുപരിക്ക് ഇരിക്കണം എന്നാണ് പറയുന്നത്. വല്ലാത്ത ചതി ആൾക്കാർ തന്നെ. പിള്ളേരൊക്കെ അവിടെ ഇവിടെ വലിച്ചേറ്റ് നടന്നിരുമ്പോഴാണ് ഞാൻ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അത് നിങ്ങൾ കൂടിയാണ് പറഞ്ഞുതരാം. കണ്ടോളി, ഞങ്ങളെ കാരണന്മാരടക്കം സൗന്ദര്യം കൂടിയൊരു പ്രായം കുറഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറയാം. ഇവനാണെങ്കിൽ കാണുമ്പോൾ പൈസ കടം കൊടുത്ത ആൾക്കാരെ തിരിച്ചു വയ്ക്കണം അതിനാണ് ഇപ്പന്റെ ആട്ടില്. അങ്ങനെ പിന്നെ വരാൻ നേരത്തെ മൂത്താപ്പിന്റെ എപ്പിയും പാടി പിള്ളേരെ കൊണ്ട് ലോട്ടറി ഒക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അടിക്കണ 2 കോടി ഞാൻ അടുത്ത ട്രിപ്പ് വരാം. എന്തായാലും ഇന്നൊക്കെ ഉള്ളത് അയക്കണം. അൽഹംദുലില്ലാഹ് റാഹത്ത്. ഇനി ബാക്കി നാളെ നോക്കാം.